പറഞ്ഞത്. സിമി റോസ്ബൽ ജോണിനെതിരെ കേരളത്തിലെ കോൺഗ്രസിലെ വനിതകൾ പരാതി നൽകിയിട്ടുണ്ട്. KPCC അധ്യക്ഷനും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ്. അങ്ങനെ ആരെങ്കിലും പരാതി കൊടുക്കുന്നത് സിമി റോസ്ബൽ ജോൺ വിശ്വസിക്കുന്നു? പരാതിയുടെ ഹെഡിന്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഒന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ജെബി മേത്തർ എന്നൊരു ഇതിഹാസം, ഒരു ലെജൻഡിനെ കുറിച്ച് ഒരു 2 വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് പറയണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രക്കാരൻ, ഇപ്പം News 24 നിന്ന് വന്നിട്ടുള്ള അംബുജൻ പറഞ്ഞു ഡൽഹിയിലായിരുന്നെന്ന് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേതാവായത്? മണി പവറും ഉണ്ടോ, മാൻ പവറും ഉണ്ടോ, ഡിജിറ്റൽ മീഡിയയുടെ പവറും ഉണ്ടോ? ഈ വായിൽ വെള്ളിക്കരണ്ടി ആവുന്നത് കൊണ്ട് കുറച്ച് ആളുകളൊക്കെ പുറകിൽ നിൽക്കും, പക്ഷെ ജനം കൂടെ നിൽക്കണം എന്നില്ല. ഇതൊക്കെ കാണുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അത് മറക്കരുത്. ആ ബാക്ക്ഗ്രൗണ്ട്, ആ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അവരോട് എന്തിനാണ് ഞാൻ ജലസ് ചെയ്യുന്നത്? അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു 10 വർഷം പ്രവർത്തിച്ചാൽ മൈനോറിറ്റി എന്ന നിലയിൽ ഒരു നല്ല സീറ്റിൽ നിന്ന് ജയിക്കാം. ഒരു തെങ്ങ് നട്ടാലേ 20 വർഷമെങ്കിലും വേണം കായ്ഫലം ഉണ്ടാവാനായിട്ട്, ഇല്ലേ? ബോൺസായി ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ബോൺസായിയുടെ ഒപ്പം ഒപ്പിട്ട 7 പേരിൽ ഒരാൾ എൻ്റെ അടുത്ത് TV കിടന്ന് തല്ല് പിടിക്കണ്ടായിരുന്നു. കലപില ചിലപില കലപില എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഇതായിപ്പോയി. ഞാൻ തന്നെ അവരോട് പറഞ്ഞു, ആങ്കറിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇത്തരം ചർച്ചകളിൽ കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അയക്കണം. കാരണം ഞങ്ങളൊക്കെ ഒരു മാന്യതയോടെ പൊളിറ്റിക്സ് നടത്തുവാണ്. അപ്പോൾ അവർ 2 വർഷമായിട്ടുള്ളൂ. അവർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി വന്നതാ ഈ നാട്ടിൽ. അവരുടെ പണ്ടെന്തോ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ സഹോദരി. പക്ഷെ എൻ്റെ തലയിലോട്ട് കയറാൻ മാത്രമുള്ള യോഗ്യത ഒന്നുമില്ല. ഈ 2 വർഷത്തെ പ്രായം, 3 വർഷത്തെ പ്രായം. എനിക്ക് ഒരു വനിതാ നേതാവ് ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ ഇവിടെ ക്യാമറയുടെ പുറകിൽ എഴുതി കൊണ്ടുവരും 3 years ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി പാർട്ടിയിൽ വന്നു. 3 years എന്നാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ആ ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾ പരിശോധിക്കും. ആ 3 yearsന് മുമ്പ് അവരാരായിരുന്നു, എന്തായിരുന്നു? അവർ വിദേശത്ത് എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം US-ലും UK-യിലൊക്കെ കോൺഗ്രസിനോട് അനുഭവമുള്ള ഒരുപാട് മലയാളി സംഘടനകളുണ്ട്. അവർക്കൊക്കെ ഓരോ സീറ്റ് കൊടുക്ക്. ഇങ്ങനെ ഈ വ്യക്തിക്ക് മാത്രമായിട്ട് കൊടുത്ത് അവരെ മീഡിയയുടെ വക്താവൊക്കെ ആക്കുന്നു. അതൊക്കെ അനീതിയല്ലേ? ഈ സിമി റോസ്ബൽ ജോണിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ കൂടുതൽ സ്ത്രീകൾ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുമായി പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരേണ്ടതാണ്. പിന്നെ ഇനി പേടിച്ചിട്ട് വരാത്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് പേടിയിലാണ്. എനിക്ക് ദൈവത്തിന് മാത്രമേ പേടിയുള്ളൂ.